ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ പെൺകുട്ടികൾക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ, സൈബർ ബുള്ളിയിങ് ഒക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. നമ്മുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിലും അത്തരത്തിലുള്ള നിരവധി കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. അത് പുറത്തെടുത്ത് വായിക്കുന്നത് ഏറ്റവും അൺപൊളിറ്റിക്കൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ എടുത്ത് വായിക്കാത്തത്. അവരോടൊക്കെ പറഞ്ഞു വെക്കാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പേഴ്സണൽ ഇമോഷൻസ് എല്ലാവർക്കും ഉണ്ടാകും, സ്വകാര്യമായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും, എല്ലാവരുടെ വ്യക്തി ജീവിതത്തിലും അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ടാകും. ഏത് തരത്തിലുള്ള ബന്ധങ്ങളുമാകട്ടെ, അത് സ്വകാര്യ ബന്ധങ്ങളിലേക്ക് ആർക്കും കൈകടത്താൻ അധികാരമോ അവകാശമോ ഇല്ല, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത്തരം സ്വകാര്യ ബന്ധങ്ങളിൽ ടോക്സിസിറ്റി കടന്നു വരുമ്പോൾ, ക്രൈം കടന്നു വരുമ്പോൾ, കുറ്റകൃത്യങ്ങൾ കടന്നു വരുമ്പോഴാണ് പുറത്തു നിന്നൊരാൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നത്, അതിൽ ഇടപെടേണ്ടി വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ്. കേവലം സ്നേഹത്തിൻ്റെ പുറത്തുണ്ടായ കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ നടന്നത്. ഗർഭചിത്രത്തിന് ഓരോ യുവതികളെയും പ്രേരിപ്പിക്കുക, ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കുക, ഈ പെൺകുട്ടികളെ, ഗർഭം പേറുന്ന പെൺകുട്ടികളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, ഞാൻ നിന്നെ ഇല്ലാതാക്കി കളയും, ചവിട്ടി ഒടിച്ചു കളയും, എല്ലൊടിച്ചു കളയും എന്ന തരത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകൾ, അത് കുറ്റകൃത്യമാണ്. അതിനെതിരെയാണ് സംസാരിക്കുന്നത്, അതിനെതിരെയാണ് പ്രതികരിക്കുന്നത്. PV കുട്ടൻ കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. കുട്ടൻ, ഞാനിപ്പോൾ പറഞ്ഞു വെച്ചത് നമ്മുടെ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ അടക്കം വരുന്ന ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയ പെൺകുട്ടികൾക്കെതിരെ വരുന്ന സൈബർ അറ്റാക്കുകളെ കുറിച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ, ഇത്തരത്തിൽ ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു രാഹുൽ മാങ്കൂട്ടത്തിനെ നമ്മൾ എന്തിനാണ് സഹിക്കുന്നത്? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെച്ചൊരു കാര്യം, എനിക്കെതിരെ വരുന്ന വെളിപ്പെടുത്തലുകളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ന്യായീകരിക്കേണ്ട കാര്യമില്ല, അത് അവരുടെ ഉത്തരവാദിത്തമല്ല. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചു കൂട്ടിയ കുറ്റകൃത്യങ്ങളൊക്കെ കേൾക്കേണ്ടയും സഹിക്കേണ്ടയും ഉത്തരവാദിത്വം നമുക്കുണ്ടോ, പൊതുസമൂഹത്തിനുണ്ടോ? അതാണ് വലിയ ചോദ്യമായി വരുന്നത്. കോൺഗ്രസിനകത്തല്ലേ നടപടി വരേണ്ടത്? കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഒരു നടപടി എടുക്കണ്ടേ? എല്ലാ കാലത്തും VD സതീശൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും സംരക്ഷണയിൽ കഴിയാൻ പറ്റുമോ രാഹുൽ മാങ്കൂട്ടത്തിന്? അത്തരത്തിൽ സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിക്കേണ്ട ഒരു കാര്യമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വെച്ചത്? നമുക്ക് പുറത്തേക്ക് വന്ന തെളിവുകളല്ലേ നമ്മളോട് സംസാരിക്കുന്നത്? ആ ഓഡിയോ സംഭാഷണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ എന്തുമാത്രം ക്രൂര കുറ്റകൃത്യങ്ങളാണ് ആ പെൺകുട്ടികളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വെച്ചതെന്ന്? പോലീസ് നടപടിയെടുക്കാൻ, അത്തരത്തിൽ നിയമ നടപടികളിലേക്ക് പോകാൻ പെൺകുട്ടികളുടെ പരാതി വേണമായിരിക്കാം, ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ കോൺഗ്രസിനകത്ത് നടപടിയെടുക്കാൻ ഈ പരാതികൾ പോരെ, ഈ വെളിപ്പെടുത്തൽ പോരെ? റിനി പറഞ്ഞത് VD സതീശനോട് നേരിട്ട് പരാതി പറഞ്ഞു എന്നാണ്. അപ്പോൾ അത്തരത്തിൽ കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംഭവിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരാളാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ അറിയാം. വിനിഷ, ഇതിൻ്റെ ഒരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറേ നാളുകളായിട്ടുള്ളൊരു കോൺഗ്രസിൻ്റെ ഒരു ചിത്രം പരിശോധിച്ച് നോക്കിയാൽ VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടുകെട്ട് എന്നുള്ളത് നമുക്കെല്ലാം വളരെ വ്യക്തമാണ്. പല ഘട്ടങ്ങളിലും അവരുടെ ഈ കൂട്ടുകച്ചവടം വിഷയങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇപ്പോൾ പാലക്കാട് ബൈ ഇലക്ഷൻ സമയത്ത് പോലും പാലക്കാട് ജില്ലയിലെ നേതാക്കളൊക്കെ അവഗണിച്ചുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് എങ്ങനെയാണ് കൊണ്ടുവന്നതെന്നൊക്കെ കേരളത്തിന് അറിയാതെ അന്നും ചർച്ചയായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് ചർച്ചയാവുന്നുണ്ട്. VD സതീശൻ്റെയും ഷാഫി പറമ്പിൽ നിർദ്ദേശിക്കുന്നു, എതിർപ്പ് വരുന്നു. ആ സമയത്ത് VD സതീശൻ രംഗത്ത് വന്ന് നിർബന്ധമായും രാഹുലിനെ തന്നെ മത്സരിപ്പിക്കണം, എൻ്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുലിനെയും ഷാഫിയെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ ഇത്രയും രൂക്ഷമാവുന്നൊരു ഘട്ടത്തിൽ VD സതീശൻ കുറച്ചൊരു അകൽച്ച രാഹുൽ മാങ്കൂട്ടത്തിനോട് വെക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം അത് കോൺഗ്രസിൻ്റെ മാറി മാറി വരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് അത്തരമൊരു വിവരങ്ങളൊക്കെ വരുന്നത്. ഏതായാലും പക്ഷേ ഷാഫി പറമ്പിൽ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അനുയായിയായ രാഹുലിനെ ഒരു കാരണവശാലും കൈവെടിയില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഇന്നലെ അദ്ദേഹം വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനം. കഴിഞ്ഞ 3-4 ദിവസങ്ങൾ അദ്ദേഹം മാധ്യമങ്ങളോട് മിണ്ടിയിട്ട് പോലുമില്ല. ഇന്നലെയാണ് വളരെ കരുതിക്കൂട്ടി, വളരെ പ്ലാൻ ചെയ്തൊരു മാധ്യമങ്ങളെ കാണൽ ഇന്നലെ വടകരയിൽ നടത്തിയിരുന്നു. അതിനകത്ത് നമുക്ക് വളരെ കൃത്യമായ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട്, ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ ഇപ്പോഴും സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ഉയർന്നു വന്ന വിഷയങ്ങളൊക്കെ വളരെ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം കാണുന്നത്. ഒരു FIR അല്ലെങ്കിൽ നിയമ നടപടിയോ അങ്ങനെ ഒന്നുമില്ല. എന്നിട്ട് പോലും ധാർമ്മികതയുടെ പേരിൽ രാഹുൽ രാജിവെച്ചില്ലേ എന്ന ചോദ്യമാണ് മാധ്യമപ്രവർത്തകരോട് ഷാഫി പറമ്പിൽ ചോദിക്കുന്നത്. ആ സമയത്തും MLA സ്ഥാനം സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളും ഷാഫി പ്രതികരിക്കുന്നില്ല. MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന ചോദ്യത്തോടൊന്നും പ്രതികരിക്കാൻ തയ്യാറാവാതെ ഷാഫി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ വടകരയിൽ DYFI ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിന് തുടർച്ചയായി ഇന്നലെ വൈകിട്ട്
ഷാഫിയുടെ മണ്ഡലമായ ലോക്സഭാ മണ്ഡലമായ വടകരയിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ അസംബ്ലി മണ്ഡലങ്ങളിൽ ഡിവൈഎഫിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല രാഹുലിന് പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഷാഫിക്കെതിരെയും വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. വി.കെ. സരോജ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ടായിരുന്നു വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത്. ബിനിഷ. ശരി.